ആഭരണ വിരോധം ബൈബിൾ ഉപദേശമല്ല. ആഭരണം ധരിക്കരുത് എന്ന് പറഞ്ഞത് ഒരു അബദ്ധമായി പോയി. ആഭരണം ധരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ ലൈസൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെങ്കിൽ കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് വളരെ ശക്തമായ വളർച്ച ഉണ്ടായേനെ. കഴിഞ്ഞ ദിവസം ഒരു സീനിയർ മോസ്റ്റ് ദൈവദാസൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച മാധ്യമ പ്രവർത്തകരുടെയും സംഭാഷണത്തിൽ നിന്നും ഈ ഒരു അഭിപ്രായം വന്നതിന് ശേഷം അനേക കേരളത്തിലെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു ചർച്ച പുതുതായി രൂപം കൊണ്ടിട്ടുണ്ട്. നമ്മളിന്ന് അതാണ് ഒരുമിച്ച് ചിന്തിക്കുവാനായി പോകുന്നത്. ആഭരണം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അതിന് തൊട്ടുപുറകിലാണ് ചൈന നിൽക്കുന്നത്. അമേരിക്കയും പുറകിലുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പല അറബ് രാജ്യങ്ങളും വളരെയധികം ആഭരണം ഉപയോഗിക്കുന്നവരാണ്. വില കൂടിയ ഒരു ലോഹമെടുത്ത് അതിനെ പല രീതിയിൽ കൊത്തുപണി ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് ഒരു ജുവലറിയാക്കി മനുഷ്യ ശരീരത്തിൽ അണിയിക്കുന്ന ആ ഒരു രീതി നിലവിൽ വന്നത് 3000 BC മുതലാണെന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതയാണ്. ഈജിപ്ഷ്യൻ, മെസപ്പൊത്തോമിയൻ, സുമേരിയൻ സംസ്കാരങ്ങളിലാണ് ഇത് അധികമായി നിലവിലിരുന്നത്. മനുഷ്യൻ്റെ ശരീരത്തെ മാറ്റുകൂട്ടുന്ന ആഭരണത്തിൻ്റെ ഉപയോഗത്തെയും അതിൻ്റെ ഡിസൈനെയും ഒക്കെ ചരിത്രത്തിൽ അതിനെ പല ഭാഗങ്ങളിലായി മുറിച്ചു പഠിക്കുന്ന സമയത്ത് ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ആഭരണ അലങ്കാര രീതികളാണ് നിലവിലിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രാചീന കാലഘട്ടത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങളുടെ കാലഘട്ടത്തുണ്ടായിരുന്ന ഉപയോഗം എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായ ഉപയോഗമായിരുന്നു. മധ്യകാലഘട്ടത്തിലും നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ വ്യത്യസ്തമായ ഉപയോഗ രീതിയായിരുന്നു ആഭരണത്തിനുണ്ടായിരുന്നത്. നമ്മളിന്ന് വന്നെത്തിയിരിക്കുന്നത് മോഡേൺ അഥവാ കണ്ടംപററി ആധുനികമായ ഒരു ഉപയോഗ രീതിയിലാണ്. വിലയേറിയ ലോഹങ്ങളിൽ കൊത്തിയ ആഭരണങ്ങൾ അഥവാ പൊന്നിലും വെള്ളിയിലും ഒക്കെ കൊത്തിയ ആഭരണങ്ങൾ മാത്രമായിരുന്നില്ല. എന്നാൽ കല്ലിലും എല്ലിലും മൃഗങ്ങളുടെയും ജീവികളുടെയും ഒക്കെ തോടിലുമൊക്കെ ഉണ്ടാക്കിയ ആഭരണങ്ങൾ മനുഷ്യർ അണിഞ്ഞു പോന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് മുൻപിൽ ഉള്ളത്. ഈ ആഭരണമൊക്കെ ഉപയോഗിച്ച സമയത്ത് ഇറ്റ് വാസ് എ മാർക്ക് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റാങ്ക്. ഒരു മനുഷ്യന് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അവൻ്റെ സ്റ്റാറ്റസിനെയും അവൻ്റെ ആ സമൂഹത്തിലെ റാങ്കിനെയും, അവനൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഏത് തലത്തിലുള്ള ആൾക്കാരുമായി അവനൊരു റാങ്ക് പങ്കിടുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അടയാളമായിരുന്നു ഇപ്രകാരമുള്ള അലങ്കാരങ്ങൾ അഥവാ ആഭരണങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തുള്ള ആഭരണം എന്ന് പറയുന്നത് അതവൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി തന്നെ ആയിരുന്നു. ഈജിപ്തിലുമൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരോട് കൂടെ തന്നെ അവരുടെ കൂടെ അത്രയും നാൾ സഞ്ചരിച്ച ആഭരണത്തെയും അടക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ആഭരണങ്ങളുടെ ഡിസൈനുമൊക്കെ മനസ്സിലാക്കുന്നത് പ്രധാനമായും ശവക്കല്ലറുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ശവം മറവ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നാണ്. മിഡീവൽ കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ ഇതൊരു സ്റ്റാറ്റസ് തന്നെയായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു രാജകീയമായ ഒരു പ്രൗഢി വന്നു ചേരുന്നതിന് വേണ്ടിയായിരുന്നു ആഭരണം ഉപയോഗിച്ചിരുന്നത്. ഗ്രീക്ക്, റോമൻ കാലഘട്ടത്തിലൊക്കെ ഇത് മതവിശ്വാസവുമായി വളരെ ബന്ധപ്പെട്ടതായിരുന്നു. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളിൽ കൊത്തിയിരുന്നത് തന്നെ അവരുടെ ഇഷ്ടദേവന്മാരുടെയും അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡീറ്റിയുടെയും രൂപമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആരാധനയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രീക്ക് കൾച്ചറിൽ അവരൊരു സ്കോർപ്പിയൺ, ഒരു തേളിൻ്റെ രൂപം, അതിൻ്റെ രൂപത്തിലുള്ള ഒരു റിങ് അണിയുന്നത് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിരുന്നു. യുദ്ധത്തിൽ പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ അവർ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്തുമൊക്കെ മറ്റുള്ള ദുഷ്ടശക്തികളിൽ നിന്നും, ബാഹ്യ ദുഷ്ട ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനു വേണ്ടി ഇപ്രകാരം സ്കോർപ്പിയൻ റിങ് അവർ ധരിക്കുക പതിവായിരുന്നു. സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ അടയാളമായി, അല്ലെങ്കിൽ ഒരാൾ ഒരു ജുവലറി, ഒരു ആഭരണം മറ്റൊരാൾക്ക് നൽകി അവരുടെ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക, പ്രത്യേകിച്ച് വിവാഹത്തിലായിരിക്കുന്നവർക്കുമൊക്കെ അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യവും ആഭരണങ്ങളുടെ ഉപയോഗത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. ആഭരണം തീർച്ചയായിട്ടും ഉപയോഗിച്ചിരുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ഷോക്കേസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. അവൻ്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ഇതൊരു സ്റ്റാറ്റസ് സിംബലായിരുന്നു. പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അടിമകളായിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആഭരണം ധരിക്കുക എന്ന് പറയുന്നത് അവർക്ക് സാധ്യമാകാത്ത കാര്യം തന്നെയായിരുന്നു. ഒരു മനുഷ്യൻ സമൂഹത്തിൽ നടക്കുന്ന സമയത്ത് അവൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ആഭരണത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ്, അവൻ്റെ വെൽത്ത്, അവൻ്റെ പവർ, അവൻ്റെ സമ്പന്നത എത്ര വലുതാണെന്നും അവൻ്റെ ശക്തി എത്ര വലുതാണെന്നും കാണിക്കുന്നതിന് വേണ്ടി ആഭരണം ധരിച്ചുകൊണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ മനുഷ്യർ നടന്നുകൊണ്ടിരുന്നത്. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്
ബൈബിൾ ഒരിക്കലും ആഭരണത്തെ വിലക്കുന്നില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ഇന്നർ ക്യാരക്ടറിനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ബാഹ്യ ശരീരത്തെ അലങ്കരിക്കുവാൻ ഉപയോഗിക്കുന്ന ആഭരണത്തിൻ്റെ ഉപയോഗം എന്നുള്ളതും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് ബൈബിളിൻ്റെ ആകമാനമുള്ള തീമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇന്നർ ക്യാരക്ടർ റിച്ച്നെസ്സിനെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വെളിയിൽ കൊണ്ടുവരുന്നത് അവൻ്റെ സ്വഭാവത്തിലൂടെയാണ്, അവൻ്റെ ജീവിതത്തിലൂടെയാണ്. എന്നാൽ അതിന് ബദലായി ഒരു മനുഷ്യൻ ആഭരണം ധരിച്ചു തുടങ്ങുമ്പോൾ ഇത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പണത്തെയും പ്രസ്റ്റീജിനെയും ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി മനുഷ്യ ശരീരത്തെ അലങ്കരിക്കുന്ന ആഭരണത്തെ അതിൻ്റെ ഉപയോഗത്തെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ആന്തരികമായ സ്വഭാവങ്ങളെ ആണ് എന്നുള്ളത് തന്നെയാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം പറയുന്ന ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ഉപദേശവും ബൈബിളിൻ്റെ റെക്കമെൻഡേഷനും എന്നുള്ളതും നമുക്ക് മറന്നുകൂടാ. ബൈബിൾ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരുവൻ ധരിക്കുന്ന ആഭരണം അത് ഡിസ്പ്ലേ ചെയ്യുന്നത് അവൻ്റെ വെൽത്തിനെയാണ്, അവൻ്റെ പ്രൈഡിനെയാണ്, അത് വാനിറ്റിയാണ്, അത് ശൂന്യതയാണ്, അത് മായയാണ് എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭംഗിയെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതല്ല ഒരു ദൈവ പൈതലിൻ്റെ ഉദ്ദേശമെന്നും അവൻ്റെ സ്വഭാവത്തിലൂടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ സമൂഹത്തിൽ വരച്ചു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരുവൻ്റെ ജീവിത ഉദ്ദേശ ലക്ഷ്യമെന്നും ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന വസ്തുതയാണെന്ന് നമുക്ക് അതിനെ കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധ്യമല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്പിരിച്വൽ ബ്യൂട്ടിയെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ആത്മീയ സൗന്ദര്യത്തെ അതിനെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മീയ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കാതെ അതിന് ഊന്നൽ കൊടുക്കാതെ ബാഹ്യ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങളെ ബൈബിൾ ഒരിക്കലും എൻകറേജ് ചെയ്യുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനാധാരമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. പത്രോസ് എന്ന പേരുള്ള യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവസന്നിധിയിൽ വിലയേറിയത് എന്താണ്? അത് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് പത്രോസ് ദൈവമക്കളുടെ മുൻപിൽ വെക്കുന്നത്. ദൈവസന്നിധിയിൽ വിലയേറിയത് ഒരു കാര്യമാണ് എങ്കിൽ മറ്റൊരു കാര്യത്തെ അതുമായി തുലനം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവ പൈതൽ തിരഞ്ഞെടുക്കേണ്ടത് വിലയേറിയ കാര്യം തന്നെയാണ്. അത് ബാഹ്യമായിട്ടുള്ള ശാരീരിക അലങ്കാരത്തിൻ്റെ പുറത്തല്ല, അതിലല്ല ദൈവം പ്രസാദിക്കുന്നതെന്നും ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ വിലയേറിയ ജീവിതം എന്ന് പറയുന്നത് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്നുള്ള ആ ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ ഒരു ദൈവ പൈതലിനോട് ആവശ്യപ്പെടുന്നത് സ്പെൻഡ് മോർ ടൈം ഇൻ ബ്യൂട്ടിഫൈയിങ് യുവർ ഇന്നർ സെൽഫ്. അതായത് ഒരുവൻ്റെ ആന്തരിക മനുഷ്യനെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. നമുക്കെല്ലാവർക്കും ഒരു അലങ്കാരം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ അത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ആ അലങ്കാരം തന്നെയായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകുമണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ഇന്നർ ബ്യൂട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഔട്ടർ ബ്യൂട്ടിയെ അലങ്കരിക്കുന്ന ആ കാര്യങ്ങളുമായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇത് അപ്പോസ്തോലികം അല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ പൗലോസും വളരെ വ്യക്തമായി അവരുടെ ആത്മീയ ബ്യൂട്ടിയെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതിനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് ബദലായി നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാഹ്യ സൗന്ദര്യമാണ്. ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വരുന്ന
ദൈവവചനത്തിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഒരു കൽപ്പന എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വചനം അതിനെ കമ്പയർ ചെയ്യുന്നത് ശാരീരികമായി അതിൻ്റെ വെൽത്തിനെയും പ്രൈഡിനെയും വാനിറ്റിയെയും ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആഭരണങ്ങളും ലോകത്തിലെ വിലയേറിയ വസ്തുതകളുമാണെന്നുള്ളത് ദൈവവചനത്തിലൂടെ സ്പഷ്ടമായി മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ആഭരണത്തെ ബാൻ ചെയ്യുകയല്ല ഈ രണ്ട് ദൈവദാസന്മാരും ചെയ്യുന്നത്. എന്നാൽ ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ഒരു സാധ്യത നിങ്ങളുടെ മുൻപിൽ കിടപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരു വിലക്ക് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ദാസന്മാർ പറയുകയാണ്, അപ്പോസ്തലന്മാർ പറയുകയാണ്, ഒരു വലിയ അപകടം നിങ്ങളുടെ മുൻപിൽ വന്നുപെടുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ശരീരത്തെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി, അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഭൂമിയിലെ യാത്രയുടെ നടുവിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ അലങ്കാരത്തെ നഷ്ടപ്പെട്ടു പോകുവാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവദാസന്മാർ നമ്മളോട് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അണിയിച്ചൊരുക്കേണ്ടത് ആഭരണം കൊണ്ടല്ല, ആത്മീയ സ്വഭാവ സൗന്ദര്യം കൊണ്ടാണെന്നുള്ളത് തന്നെയാണ് സ്പഷ്ടമായി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അല്ല, ഈ വാക്യങ്ങളെ നാം കൂടുതൽ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങൾ ആത്മീയ സൗന്ദര്യത്തിന് ഫോക്കസ് കൊടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, അത് ആഭരണം കൊണ്ടാണെങ്കിലും, അത് മറ്റേത് രീതി കൊണ്ടാണെങ്കിലും, ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് പരിപൂർണമായും ആന്തരികമാണ് എന്നും, ശാരീരികമായ ബാഹ്യ സൗന്ദര്യത്തിൽ നാം കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് ആത്മീയ സൗന്ദര്യത്തെ നാം മറന്നു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് സ്പഷ്ടമായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആലോചന എന്ന് പറയുന്നത്. ഇത് ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ആലോചനയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. നാം ജീവിക്കുന്നത് പുതിയ നിയമത്തിൽ തന്നെയാണ് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ ബൈബിൾ ഒരിക്കലും ആഭരണത്തിൻ്റെ ഉപയോഗത്തെ വിലക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിന് എലയാസർ ഒരു ഭാര്യയെ തേടിപ്പോയ സമയത്ത് റിബേക്കയ്ക്ക് ആദ്യമായി നൽകിയത് തന്നെ ആഭരണമായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും റിബേക്കയ്ക്ക് നൽകി അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് റിബേക്കയെ കൊണ്ടുവരുന്ന എലയാസറിനെയും നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. മോഡസ്റ്റായിട്ടുള്ള ആഭരണത്തിൻ്റെ ഉപയോഗത്തെ ബൈബിൾ വിലക്കുന്നില്ല. എന്നാൽ നമ്മളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടി ശരീരത്തെ അലങ്കരിച്ച് നടക്കുന്നതിനെ ബൈബിൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ ആഭരണങ്ങൾ കുഴിച്ചിട്ട ഒരു സമയമുണ്ടായിരുന്നു. യാക്കോബിൻ്റെ കാലഘട്ടത്തിലാണ് അത് നടന്നത്. യാക്കോബിന് മനസ്സിലായി, ആഭരണങ്ങൾ അവരുടെ ശരീരങ്ങളിൽ കയറിക്കൂടുവാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അതിനുള്ളിൽ പല ദൈവങ്ങളുടെയും രൂപങ്ങളുണ്ട് എന്നും അന്യദേവന്മാർക്ക് സമർപ്പിച്ചതാണ് എന്നും യാക്കോബിന് മനസ്സിലായി. അദ്ദേഹം അറിയാതെ തൻ്റെ ഭവനത്തിൽ കടന്നുകൂടിയ ഇപ്രകാരമുള്ള ആഭരണങ്ങളെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി കുഴിച്ചുമൂടിയ ഒരു ചരിത്രം ബൈബിളിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, യാക്കോബ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കൺഫെഷൻ്റെ സമയം, ഒരു ശുദ്ധീകരണത്തിൻ്റെ സമയമായ സമയത്ത് അദ്ദേഹം കുഴിച്ചിടുന്നതിന് വേണ്ടി റിമൂവ് ചെയ്ത കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തെ മോടി പിടിപ്പിച്ച ആഭരണങ്ങൾ തന്നെയാണ് എന്നുള്ളത് ബൈബിളിൽ നിന്ന്, പിതാക്കന്മാരുടെ ആ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ആത്മീയ മാനസാന്തരത്തിൻ്റെ ഒരു വിഷ്വൽ കൺഫെഷൻ എന്നുള്ള നിലയിൽ അവരുടെ ആഭരണങ്ങളെ നീക്കം ചെയ്തതായി നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ കരങ്ങളിലുണ്ടായിരുന്ന ആഭരണങ്ങൾ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു കഴിഞ്ഞ് ദൈവകോപം സ്വീകരിച്ച ജനത്തോട് ദൈവം പറയുകയാണ്, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നടുവിൽ നടക്കിയില്ല, നീ ദുശാഠ്യമുള്ള ജനം ആകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ദൈവമാണ് അവരോട് കൽപ്പിച്ചത് ആഭരണം ധരിക്കരുതെന്ന്. മൂവിങ് ഫോർവേഡ്, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു, ഞാൻ ഒരു നിമിഷ നേരം നിൻ്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയിക്കേണ്ടതിന് നീ നിൻ്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. അവരുടെ കരങ്ങളിൽ ആഭരണമുണ്ടായിരുന്നു. പിന്നീട് ദേവാലയത്തിൻ്റെ ഉപയോഗത്തിനൊക്കെ അവർ അതിനെ ഡൊണേറ്റ് ചെയ്തു, വോളണ്ടിയർലി അതിനെ ദാനം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അവർ ഒരു വോളണ്ടിയർ തീരുമാനമാണ് എടുക്കുന്നത്. ഇല്ല, അതിൻ്റെ പുറകിൽ ഒരു ദൈവിക കൽപ്പനയും ഉണ്ടായിരുന്നു.
നിങ്ങളത് ധരിക്കരുത് എന്ന്. നിങ്ങളുടെ ഉള്ളിൽ ടെംപ്റ്റേഷൻസ് വരാതിരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഉള്ളിൽ പരിശോധനകളും അല്ലെങ്കിൽ പ്രലോഭനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ആകർഷണങ്ങളും വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നീക്കിക്കളയുവാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യം ആഭരണങ്ങൾ തന്നെയാണ് എന്നുള്ളത് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന ആ സമയത്ത് ഇസ്രായേൽ പാളയത്തിന് ലഭ്യമായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഹോശേയയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, ശുദ്ധീകരണ സമയങ്ങളിലൊക്കെയും ദൈവം അവരുടെ ശരീരങ്ങളിൽ നിന്നും ആഭരണങ്ങളെ നീക്കുവാനായി അവരോട് കൽപ്പിച്ചു എന്നുള്ളത്. അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെയും ആഭരണത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ജനങ്ങളെ ലോകത്തിലേക്ക് വലിക്കുന്ന, അവരെ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശക്തിയായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ആഭരണം ധരിച്ച് ദൈവത്തിൽ നിന്ന് മാറിപ്പോയൊരു ജനമായി ഇസ്രായേലിനെ ദൈവം കാണുകയാണ്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം മുതൽ പല പ്രാവശ്യം ദൈവജനം അവർ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കൺഫെഷൻ ചെയ്ത് അല്ലെങ്കിൽ റിപ്പൻറ്റൻസ് ചെയ്ത് അവർ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു വിഷ്വൽ കൺഫെഷൻ എന്നുള്ള നിലയിൽ ഒരു വിഷ്വൽ അടയാളം അല്ലെങ്കിൽ കാണപ്പെട്ട രീതിയിലുള്ള ഒരു അടയാളം എന്നുള്ള നിലയിൽ അവരുടെ ശരീരങ്ങളിൽ നിന്നും ആഭരണങ്ങൾ നീക്കം ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓരോ ആഭരണങ്ങളെയും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്യവും നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. അതേ ഉപദേശം പുതിയ നിയമത്തിലേക്കും വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ആന്തരിക സൗന്ദര്യത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടതെന്ന് ആവർത്തിച്ച് ദൈവവചനം പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കുകയാണ്. അതൊരു ദൈവത്തിൻ്റെ കൽപ്പന എന്നുള്ളതിനേക്കാൾ ഉപരി തീർച്ചയായിട്ടും ദൈവം പറഞ്ഞിട്ട് തന്നെയാണ് ദൈവമക്കൾ ഇവിടെയെല്ലാം ആഭരണങ്ങൾ ഊരിമാറ്റിയത് തന്നെ. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ഇൻസ്ട്രക്ഷനാണ്, അതൊരു റെക്കമെൻഡേഷനാണ്, അത് ബൈബിൾ ദൈവമക്കളുടെ മുൻപിൽ വെക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അതെ, ദൈവമക്കൾ ക്യാരിഡ് അവേ ചെയ്തു പോകുവാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ശരീര സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ ആഭരണം ധരിച്ച് ജാരന്മാരുടെ പുറകെ അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ്. ആ അപകടം പഴയ നിയമത്തിൽ ദൈവം വളരെ വ്യക്തമായി മനസ്സിലാക്കി. പുതിയ നിയമത്തിൽ വരുമ്പോഴും ദൈവദാസന്മാർ 2 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് പറയുകയാണ്, നാം മോടി പിടിപ്പിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയല്ല, നമ്മുടെ ആന്തരിക സൗന്ദര്യത്തെയാണ് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ശാരീരികമായിട്ടുള്ള അലങ്കാരത്തെ മനുഷ്യർ കാണുന്ന സമയത്ത് ദൈവം അതിൽ ഒരിക്കലും ഇംപ്രസ്ഡ് ആകുന്നില്ല. ദൈവത്തിനെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ സാധ്യമായി തീരുന്നത് ആഭരണത്താലല്ല, നമ്മുടെ ആത്മീയ സ്വഭാവത്താലാണ് എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിന്ത തന്നെയായിരുന്നു കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം നിലവിൽ വന്ന സമയത്ത് ദൈവദാസന്മാരുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ വലിയ ഉപയോഗം നിലവിലിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വേർപെട്ട ഒരു അനുഭവത്തിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുന്നതിന് വേണ്ടി, ആന്തരികമായിട്ടുള്ള സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുഖാന്തരമായി, ഒരു വേദിയായി നമ്മുടെ സമൂഹത്തിലുള്ള നടപ്പിനെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി ദൈവവചനത്തിൽ നിന്നും ഡ്രോ ചെയ്ത, കോരിയെടുത്ത ഒരു ഉപദേശം തന്നെയായിരുന്നു ആഭരണ വിരോധം എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ. അപ്പോസ്തോലികമായ ഒരു ഉപദേശമല്ല ആഭരണ വിരോധം എന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധ്യമാവുകയില്ല. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു പുതിയ ഡിസ്കവറിയുമായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത്. കേരളത്തിലെ പെന്തക്കോസ്ത് നേതാക്കന്മാർ അവരുടെ സ്വന്തം, അവരുടെ ബുദ്ധിയിലുണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അവർ തന്നെ അനുമാനിച്ചെടുത്ത ഒരു കാര്യവും അല്ലായിരുന്നു അത്. അവർ ദൈവവചനം വായിച്ച സമയത്ത് പല സ്ഥലങ്ങളിലായി ഉൽപ്പത്തി മുതൽ കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഈ ഭൂമിയിലുള്ള അനേക ദൈവമക്കൾ, അനേക പ്രസ്ഥാനങ്ങൾ, അനേക ചെറുതും വലുതുമായിട്ടുള്ള സഭാ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളിൽ അവരെടുത്ത ഒരു തീരുമാനമാണ്, അവരുടെ മെമ്പേഴ്സായിട്ടുള്ളവർ അവരുടെ ശരീരത്തിൻ്റെ ഡെക്കറേഷനെയല്ല കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, എന്നാൽ അവരുടെ ആത്മീയ സൗന്ദര്യത്തിനാണ് ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മെമ്പേഴ്സിനെ അവർ എൻകറേജ് ചെയ്ത അനേക പ്രസ്ഥാനങ്ങൾ, അനേക ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോസ്റ്റോലിക് പെൻറ്റക്കോസ്റ്റൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളം ആഭരണം ധരിക്കുന്നതിൽ നിന്നും അവർ പരിപൂർണമായി മാറി നിൽക്കുന്ന ഒരു വിഭാഗമാണ്. പ്ലൈമൗത്ത് ബ്രദറൻ ചർച്ച്, അതിനോടുള്ള ബന്ധത്തിലുള്ള അനേക ബ്രദറൻ വിഭാഗങ്ങൾ ആഭരണത്തെ പരിപൂർണമായും അവർ വേണ്ടെന്ന് വെച്ച ഒരു വിഭാഗം തന്നെയാണ്. അനാബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പുകളായ ആമിഷ് കമ്മ്യൂണിറ്റിയും ഓൾഡ് മെനനൈറ്റ് സഭകളുമൊക്കെ
ആഭരണം വേണ്ടെന്ന് വെച്ചവർ തന്നെയാണ് അവർ. കേരളത്തിൽ വസിക്കുന്നവരല്ല, യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ വസിക്കുന്നവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കോണ്ടക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഭരണം ധരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. അവരുടെ സ്റ്റാറ്റസിനെ അതിനെ ഉയർത്തുന്നതിന് വേണ്ടി, അവരുടെ പവറിനെ ഉയർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ആഭരണം ധരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അവിടെ പെന്തക്കോസ്ത് സന്ദേശം വന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി പ്ലൈമോത്ത് ബ്രദറൻ സഭകളും അങ്ങനെയുള്ള അനബാപ്റ്റിസ്റ്റ് ചർച്ചുകളുമൊക്കെ ചെയ്തതുപോലെ വ്യത്യസ്തമായ ഒരു നിലപാട് എടുത്തുവെങ്കിൽ അതിനെ കുറ്റം പറയുവാനോ അതിനെ അബദ്ധമെന്ന് പറയുവാനോ 100 വർഷം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കൂടെ നമുക്ക് അനുവാദമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം അലങ്കരിക്കുവാൻ അനേക അവസരങ്ങളുണ്ടായിട്ടും അവർക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങളും അതിനുള്ള സാധ്യതകളും ഉണ്ടായിട്ടും അതിനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം അവരുടെ ആത്മീയ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ആത്മീയ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്തുവെങ്കിൽ അതിനെ പരിഹാസ രൂപേണ കാണേണ്ട ഒരു കാര്യം തന്നെയല്ല. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അക്സെപ്റ്റബിൾ തന്നെയാണ്, സ്വീകാര്യം തന്നെയാണ്. ദൈവം നോക്കുമ്പോൾ ദൈവം മാർക്കിടുന്നത് അങ്ങനെയുള്ള ത്യാഗങ്ങൾ ചെയ്തവരെ തന്നെയാണ് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും. ആഭരണം ധരിക്കാതിരുന്നത് കൊണ്ട് പെന്തക്കോസ്ത് സഭ ഒരു കൾട്ട് സഭയായി തീർന്നോ എന്നുള്ളൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് ദേവദാസൻ വളരെ ബുദ്ധിമുട്ടിയവിടെ. എന്നാൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുവാനായി താല്പര്യപ്പെടുന്നില്ല. എന്നാൽ തികച്ചും അതിനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ. പെന്തക്കോസുകാരെ ആരും ഒരു കൾട്ടായിട്ട് കൂട്ടുന്നില്ല. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന റെക്കഗ്നീഷനുള്ള സഭ തന്നെയാണ് പെന്തക്കോസ്ത് സഭ എന്നുള്ളത്. പെന്തക്കോസ്ത് മുതലായിട്ടുള്ള വേർപെട്ട സഭകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ആഭരണത്തെ വിലക്കിയതുകൊണ്ട് പെന്തക്കോസുകാരുടെ സഭ വളർന്നില്ല എന്ന് പറയുന്നതും തികച്ചും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ മിക്കവാറും പെന്തക്കോസ്ത് സഭകളിലൊക്കെ ആഭരണം ധരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. വളർച്ചാ നിരക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. പണ്ടത്തെ കാലത്തെ വളർച്ചയും ഇപ്പോഴത്തെ വളർച്ചയും. ഇപ്പോൾ സഭയുണ്ട്, സഭ ആസ്ഥാനങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, മന്ദിരങ്ങളുണ്ട്. പണ്ട് ഭവനങ്ങളിലും ഓലമേഞ്ഞ സഭകളിലുമൊക്കെ ഇരുന്ന് ആരാധിച്ച സമയത്ത് ജനങ്ങൾ ഓടിക്കൂടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മെഗാ ഹോളുകളുണ്ട്, എല്ലാ സിസ്റ്റംസുമുണ്ട്. എന്നാൽ എന്തേ ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല? ആഭരണമാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം? ആഭരണത്തെ വേണ്ട എന്ന് വെച്ച ആ ഒരു പ്രാക്ടീസിനെ അബദ്ധം എന്നുള്ള പേരിൽ പറയുക എന്നുള്ളത് തന്നെ പരിപൂർണമായും ദൈവവചനത്തിന് എതിരായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. അബദ്ധമല്ല, അത് പരിപൂർണമായും ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു മാതൃക തന്നെയാണ്. അതിനെ ഒരു വിഭാഗം ജനം കേരളത്തിലുള്ളവർ ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടുകൂടെ ഏറ്റെടുത്തുവെങ്കിൽ അവരെ താഴ്ത്തിക്കാട്ടുവാനോ ഇകഴ്ത്തിക്കാണിക്കുവാനോ അവരെ കൾട്ടെന്ന് വിളിക്കുവാനോ ആർക്കും അധികാരമില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് അവരുടെ പേഴ്സണൽ തീരുമാനം തന്നെയാണ്. അത് അവരുടെ ചോയ്സാണ്. അവർ ആ ഒരു ജീവിത രീതി ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആഭരണം ധരിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതും നിരത്തുകളിലൂടെ നടക്കുന്നതും അത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് അവരുടെ സാക്ഷ്യമായി അവർ കണക്കാക്കുന്നു. അത് അവരെ ഇകഴ്ത്തി കാണിക്കുന്ന സമൂഹത്തിൻ്റെ മുൻപിൽ ആഭരണമില്ലാതെ എങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടെ ജീവിക്കാമെന്ന് കാണിച്ച ഒരു കൂട്ടം ജനത തന്നെയാണ് കേരളത്തിലെ വേർപെട്ട ജനങ്ങൾ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരു റൂൾ കീപ്പിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഡിവോഷണൽ എക്സ്പ്രഷനാണിത്. ഒരു നിയമം പാലിക്കുന്നതല്ല ഇവിടെ കേരളത്തിലെ ദൈവമക്കൾ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തിയെ പ്രകടമാക്കുന്നത്, അവരുടെ ഹൃദയത്തിലുള്ള ആത്മീയതയെ പ്രകടമാക്കുന്നതിനു വേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം തന്നെയാണിത്. നാം പറയുന്നത് പോലെ ദർ ഷുഡ് ബി എ ഹാർട്ട് ബിഹൈൻഡ് എവറി പ്രാക്ടീസ്. നാം എന്ത് ചെയ്താലും അതിൻ്റെ പുറകിൽ ഒരു ഹൃദയം വേണം. മറ്റുള്ളവരുടെ ഫോഴ്സിനാലോ മറ്റുള്ളവരുടെ സമ്മർദ്ദത്താലോ ചെയ്യാതെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ദൈവത്തിന് സ്വീകാര്യമാകുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ പ്രാക്ടീസുകൾ അതിൻ്റെ ആത്മീയമായിട്ടുള്ള ദർശനം നഷ്ടപ്പെട്ട് അതിനെ ഒരു മതമാക്കി നാം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നാം കൾട്ടായിട്ട് തീരുന്നത്. അങ്ങനെ ഉള്ള സമയത്താണ് നമ്മളുടെ ഉള്ളിലേക്ക് ആൾക്കാർ വരാതിരിക്കുന്നത്. ആഭരണം ധരിച്ചത് കൊണ്ടോ ധരിക്കാത്തത് കൊണ്ടോ അല്ല പെന്തക്കോസ്ത് സഭയിൽ ജനങ്ങൾ വരാത്തത്. ഏതെങ്കിലും ഒരു കാര്യം പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവർ വരുന്നതിന് വിലക്കായി തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സ് തന്നെയാണ്, അല്ലെങ്കിൽ സഭാരാഷ്ട്രീയം തന്നെയാണ്. ഇതിനുള്ളിൽ നടക്കുന്ന അടിപിടികൾ തന്നെയാണ്. ഇതിനുള്ളിൽ നടക്കുന്ന ദൈവസ്നേഹം ഇല്ലായ്മ തന്നെയാണ്. ഇതിനുള്ളിൽ നടക്കുന്ന അനാത്മീയമായിട്ടുള്ള പ്രവണതകൾ തന്നെയാണ്. കാലുവാരലാണ്, പാരവെക്കലാണ്. ഒരുവൻ ഉയരുമ്പോൾ
അവനെ തകർക്കുന്നതിന് വേണ്ടി വളരും തോറും പിളരും എന്നുള്ള ആ ഒരു ലാഘവമായ മനോഭാവത്തോടുകൂടെ പിളരുവാനും വളരുവാനും ആഗ്രഹിക്കുന്ന ഒരു ജനം ഒരിക്കലും മുന്നേറുകയില്ല. അവർ അവിടെ തന്നെ കിടക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു അപ്പോസ്തോലികമല്ലെന്നും ഇതൊരു അബദ്ധമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നത് തന്നെ ലജ്ജാകരമായ പ്രവൃത്തി തന്നെയാണ്. ദൈവസന്നിധിയിൽ ആരെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആഭരണം ധരിക്കുക എന്നുള്ളത് ഒരു തീരുമാനമല്ല, അത് ഈ ഭൂമിയിലുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ആഭരണം ധരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. ആ തീരുമാനം എടുത്തതിൻ്റെ പുറകിൽ എന്തിന് അവർ ആ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതും കൂടെ മനസ്സിലാക്കി നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ദൈവമക്കൾ കൂടുതൽ സമയം കണ്ടെത്തട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്ന റെക്കമെൻഡേഷനും അതുതന്നെയാണ്. എന്താണ് ഏറ്റവും നല്ല അലങ്കാരം? ബാഹ്യമായ അലങ്കാരമാണോ അതോ ആന്തരികമായ അലങ്കാരമാണോ? ബൈബിൾ മൂല്യം കൊടുക്കുന്നത് ആന്തരികമായ അലങ്കാരത്തെയാണ്. ബാഹ്യമായി അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി ജ്വല്ലറി മാത്രം മതി, 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരുങ്ങാം. എന്നാൽ ആത്മീയമായി നമ്മളുടെ സൗന്ദര്യം വെളിയിൽ കാണിക്കുന്നതിന് വേണ്ടി ഒരു ജീവിതം തന്നെ ആവശ്യമാണ്. ഒരു ദിവസം കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും 10 വർഷം കൊണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ നാളുകളായി ഒരു സമൂഹത്തിൽ ജീവിച്ച് നാം കാണിച്ചു കൊടുക്കേണ്ട ഒരു ജീവിതശൈലി തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ആഭരണ ഉപയോഗത്തെ ഒരു കൽപ്പനയായി ആദിമ പിതാക്കന്മാർ പറഞ്ഞു കൊടുത്ത സമയത്ത്, അല്ലെങ്കിൽ അതിനെ ഒരു ഉപദേശമായി സ്ഥാപിക്കുവാൻ ശ്രമിച്ച സമയത്ത് അതിൻ്റെ പുറകിലുള്ള ദൈവശാസ്ത്രത്തെ, ആന്തരികമായിട്ടുള്ള ആ സൗന്ദര്യത്തിൻ്റെ ഘടകത്തെ വ്യക്തമായി പറഞ്ഞു കൊടുത്തോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബാഹ്യ ശരീര സൗന്ദര്യത്തെ വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ഈ ഭൂമിയിലുള്ള ജീവിതത്തെ ജീവിച്ച് കാണിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമല്ല. ആത്മീയ സൗന്ദര്യത്തെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുൻപേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ബോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. വിശ്വാസത്തിൽ നിൽക്കുന്നവർ വഴുതി പോകാതെ വിശ്വാസത്തിൽ നിലകൊള്ളേണ്ടത് ദൈവവചനത്തിലൂടെ ഒരു ദൈവ പൈതലിനോട് ദൈവം നൽകുന്ന കൽപ്പനയാണ്. ആ കൽപ്പനയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ ഒരുപോലെ എടുക്കപ്പെടേണ്ടതിനു വേണ്ടി കാത്തും പ്രാർത്ഥിച്ചും ഒരുങ്ങിയിരിക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് കൃപയും ആത്മീയ ദർശനവും നൽകുമാറാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിറകിൻ